എല്ലാവർക്കും നമസ്കാരം. ഈസി കൊമേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ആണ് ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100% നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന എക്സാമിന് ഉണ്ടായിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളത് നോക്കാം. ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. അപ്പോൾ അത് ആദ്യം വെച്ച് വയ്ക്കുക. 2 accounts are maintained, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. Fluctuating capital method, one account alone, only one account, that is capital account is maintained. Okay, then next one, ഇവിടെ 2 account ഉണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട് കറണ്ട് അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സുകളും ഏതിലാണ് എൻ്റർ ചെയ്യുന്നത്? കറണ്ട് അക്കൗണ്ടിൽ. അപ്പോൾ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ മെയ്ഡ് ഇൻ ദി കറണ്ട് അക്കൗണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ ഫ്ലക്ച്വേറ്റിംഗിലാണല്ലോ, അവിടെ ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും എവിടെയായിരിക്കും എഴുതുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഇനി മൂന്നാമത് നോക്കിയാൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് ഫിക്സഡ്. ഇവിടെ ക്യാപിറ്റലിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, കാരണം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗിലാണെങ്കിലോ അവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ഫ്ലക്ച്വേറ്റിംഗ്. സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ബോത്ത് ദി കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആർ അപ്പിയർഡ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും അപ്പിയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗിലോ അവിടെ ഒരു അക്കൗണ്ടല്ലേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? 4 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എടുത്ത് പഠിക്കുക. നമ്മുടെ ഓണപരീക്ഷയ്ക്കുള്ള ഫ്രീ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആരോ മാർക്ക് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള +2 അക്കൗണ്ടൻസിയുടെ എല്ലാ ഫ്രീ ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.